ശ്രോത്രഗ്രാഹ്യോ ഗുണഃ ശബ്ദഃ. ചെവി കൊണ്ട് കേൾക്കാൻ കഴിയുന്ന ഗുണമാണ് ശബ്ദം. എവിടെയാണുള്ളത്? ആകാശമാത്രവൃത്തി. കേവലം ആകാശം എന്ന ദ്രവ്യത്തിൽ മാത്രമാണ് ശബ്ദം എന്നുള്ള ഗുണം ഉള്ളത്. വായുവിലൊക്കെ തോന്നുന്നത് ആകാശത്തിൻ്റെ സംബന്ധം കൊണ്ടാണ്. സഹ ദ്വിവിധ. ശബ്ദ ദ്വിവിധ, രണ്ട് തരത്തിലുണ്ട്. ധ്വന്യാത്മക വർണ്ണാത്മകശ്ച. ധ്വന്യാത്മക ഭേര്യാദോ, ധ്വന്യാത്മകമായ ശബ്ദം, മുഴക്കമാകുന്ന ശബ്ദം, ഒച്ച. ഇതെവിടെയാണ്? ഭേര്യാദി വാദ്യങ്ങൾ വാദനം ചെയ്യുമ്പോഴാണ് ധ്വന്യാത്മകമായിട്ടുള്ള ശബ്ദം ഉണ്ടാകുന്നത്. അതിൽ വർണ്ണങ്ങളില്ല. വർണ്ണാത്മക സംസ്കൃത ഭാഷാദിരൂപ. നമ്മൾ പ്രയോഗിക്കുന്ന ഭാഷ മുതലായവ ഭാഷാശബ്ദങ്ങൾ, അതൊക്കെയാണ് വർണ്ണാത്മകമായ ശബ്ദം എന്നുള്ളതിന് ഉദാഹരണം. അടുത്തത് സർവവ്യവഹാര ഹേതുർ ഗുണോ ബുദ്ധിർ ജ്ഞാനം. ജ്ഞാനത്തിൻ്റെ ലക്ഷണം പറയുകയാണ്, അല്ലെങ്കിൽ ബുദ്ധിയുടെ ലക്ഷണം പറയുകയാണ്. ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനം തന്നെയാണ്. അതെന്താണ്? സർവവ്യവഹാര ഹേതുർ ഗുണ. എന്തൊരു വസ്തുവിനെക്കുറിച്ച് നമുക്ക് വ്യവഹരിക്കണമെങ്കിൽ, അതിനെക്കുറിച്ച് പറയണമെങ്കിൽ അതിൻ്റെ സ്വരൂപം അറിഞ്ഞിരിക്കണം, അറിവ് വേണം. അറിവില്ലാതെ പറയാൻ പറ്റില്ല. വ്യവഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറച്ചിൽ, അതിന് തന്നെയാണ് വ്യവഹാരം എന്ന് പറയുക. അപ്പോൾ സർവ്വവ്യവഹാരം, എന്ത് വസ്തുവിൻ്റെ ആയും വ്യവഹാരം ചെയ്യണമെങ്കിൽ അതിന് അവശ്യം ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് അറിവ് എന്ന് പറയുന്നത്, ആ വസ്തുവിനെക്കുറിച്ചുള്ള അറിവ്. അപ്പോൾ അതുകൊണ്ടാണ് സർവ്വവ്യവഹാര ഹേതുവായിരിക്കുന്ന ഗുണം എന്നിങ്ങനെ ബുദ്ധിക്ക് ലക്ഷണം പറഞ്ഞത്. ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റലിജൻസ് എന്ന അർത്ഥത്തിലല്ല പ്രയോഗിക്കുന്നത്, അറിവ് എന്ന അർത്ഥത്തിലാണ്. സാ ദ്വിവിധ സ്മൃതിരനുഭവശ്ച. ഈ പറയുന്ന അറിവ് അല്ലെങ്കിൽ ജ്ഞാനം, അതിനെ രണ്ട് തരത്തിൽ നമുക്ക് പറയാം. ഒന്ന് സ്മൃതി, മറ്റൊന്ന് അനുഭവം. സ്മൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മ. അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുതായിട്ട് നമ്മൾ മനസ്സിലാക്കുക, ഓർമ്മിക്കുക, ഇങ്ങനെ രണ്ട് വാക്കുകൾ മലയാളത്തിൽ പറയും. അതിൽ മനസ്സിലാക്കലാണ് അനുഭവം, ഓർമ്മിക്കലാണ് സ്മൃതി. സംസ്കാരമാത്രജന്യം ജ്ഞാനം സ്മൃതി എന്ന് സ്മൃതിയുടെ ലക്ഷണം പറയുന്നു. മുമ്പ് ഒരു തവണ മനസ്സിലാക്കിയ കാര്യം പിന്നീട് ഓർത്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഓർത്തെടുക്കുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് മനസ്സിലാക്കിയത് മുമ്പ് എന്നോ മനസ്സിലാക്കിയ ഒരു കാര്യം പിന്നീട് എപ്പോഴോ ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ട്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അനുഭവത്തിൽ നിന്ന് സംസ്കാര എന്ന് പറയുന്ന ഒന്ന് ഉണ്ടായിട്ടുണ്ട്. ആത്മാവിലാണ് ജ്ഞാനം ഉണ്ടായിട്ടുള്ളത്. ഇതേ ആത്മാവിൽ തന്നെ അനുഭവത്തിൽ നിന്ന് ഒരു സംസ്കാരം ഉണ്ടാകുന്നു. ഈ സംസ്കാരമാണ് പിന്നീട് സ്മൃതിയെ ജനിപ്പിക്കുന്നത്. സംസ്കാരത്തെക്കുറിച്ച് മുമ്പ് പറയേണ്ടായി. 24 ഗുണാഹ എന്ന് പറയുന്നതിൽ അവസാനത്തെ ഗുണമാണ് ഈ സംസ്കാരം. അപ്പോൾ അനുഭവത്തിൽ നിന്ന് സംസ്കാരം ഉണ്ടാകുന്നു, സംസ്കാരത്തിൽ നിന്ന് സ്മൃതി ഉണ്ടാകുന്നു. അതാണ് സംസ്കാരമാത്രജന്യം ജ്ഞാനം സ്മൃതി എന്നതിന് ലക്ഷണം പറയാൻ കാരണം. സംസ്കാരം കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഒരു ജ്ഞാനമാണ് സ്മൃതി. ഈ സംസ്കാരമില്ല എങ്കിൽ നമുക്ക് ഒരിക്കലും സ്മരിക്കാൻ സാധിക്കില്ല. നമ്മൾ മുമ്പ് പഠിച്ച ശ്ലോകങ്ങൾ ഇപ്പോൾ സ്മരിക്കുന്നത് എന്തുകൊണ്ടാണ്? ശ്ലോകം മുമ്പ് മനസ്സിലാക്കി, അതിനുശേഷം അതിൽ നിന്നൊരു സംസ്കാരം ഉണ്ടായി, ആ അറിവിൽ നിന്ന് ഒരു സംസ്കാരം ഉണ്ടായി, ആ സംസ്കാരം നമ്മളുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഈ സംസ്കാരമാണ് പിന്നീട് സ്മൃതിയായിട്ട് നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നത്. തദ് ഭിന്നം ജ്ഞാനമനുഭവ. സ്മൃതി അല്ലാത്ത എല്ലാ ജ്ഞാനങ്ങളെയും നമുക്ക് അനുഭവം എന്ന് പറയാം. സഹ ദ്വിവിധ യഥാർത്ഥ അയഥാർത്ഥശ്ച. അനുഭവം രണ്ട് തരത്തിലാണ്, യഥാർത്ഥാനുഭവമെന്നും അയഥാർത്ഥാനുഭവമെന്നും. അതിലെ യഥാർത്ഥാനുഭവത്തിനാണ് നമ്മൾ പ്രമ എന്നൊരു വാക്ക് ശാസ്ത്രത്തിൽ പറയുന്നത്. പ്രമ എന്നാണ് അതിന് പറയുക. അയഥാർത്ഥാനുഭവത്തിന് ഭ്രമം എന്നും പറയും. പ്രമ, ഭ്രമം, ഈ രണ്ട് വാക്കുകളും നമ്മൾ ഓർമ്മിച്ച് വെക്കേണ്ടതാണ്. അതിൽ പ്രമയുടെ ലക്ഷണം പറയുകയാണ്, അല്ലെങ്കിൽ യഥാർത്ഥജ്ഞാനത്തിൻ്റെ ലക്ഷണം പറയുകയാണ്. തദ്വതി തത്പ്രകാരകോനുഭവോ യഥാർത്ഥ. തദ്വതി തത്പ്രകാരക അനുഭവ. ഒരു വസ്തു ഉള്ള ഇടത്തിൽ അതുണ്ട് എന്നുള്ള അറിവിനാണ് യഥാർത്ഥജ്ഞാനം എന്ന് പറയുന്നത്. അതില്ലാത്ത ഇടത്തിൽ അതുണ്ട് എന്നുള്ള അറിവുണ്ടായിക്കഴിഞ്ഞാൽ അത് അയഥാർത്ഥജ്ഞാനം എന്ന് പറയുന്നു. അതാണ് കാണിച്ചത്. തദ്വതി തത്പ്രകാരക അനുഭവ യഥാർത്ഥ. യഥാ രജതേ ഇദം രജതം ഇതി ജ്ഞാനം. ഒരു രജതം, വെള്ളി കണ്ടിട്ട് ഇത് വെള്ളിയാണ് എന്ന അറിവുണ്ടായിക്കഴിഞ്ഞാൽ അത് യഥാർത്ഥജ്ഞാനമാണ്.
സൈവ പ്രമ ഇത്യുച്യത്തെ. അതിനെയാണ് പ്രമ എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്നത്. തത് അഭാവവതി തത്പ്രകാരക അനുഭവ യഥാർത്ഥ. അതില്ലാത്ത ഇടത്തിൽ അതുണ്ട് എന്ന് ഉള്ള അറിവ്. ചിലപ്പോൾ അങ്ങനെ സംഭവിക്കും, നമുക്ക് തെറ്റിദ്ധാരണ എന്ന് പറയും. അതിനെയാണ് യഥാർത്ഥാനുഭവം എന്ന് പറയുന്നത്. യഥാ ശുക്തൗ ഇതം രജതം ഇതി ജ്ഞാനം. ശുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്തുച്ചിപ്പി. ഈ മുത്തുച്ചിപ്പി കണ്ടു കഴിഞ്ഞാൽ രജതം പോലെ, വെള്ളി പോലെ തിളങ്ങുന്നത് കൊണ്ട് ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വെള്ളിയാണ് എന്നുള്ള തോന്നൽ വരും. ഇത് യഥാർത്ഥ ജ്ഞാനമാണ്. സൈവ അപ്രമ ഇത്യുച്യത്തെ. ഇതിനെയാണ് നമ്മൾ അപ്രമ എന്ന് വിളിക്കുന്നത്. യഥാർത്ഥാനുഭവ ചതുർവിധ. പ്രത്യക്ഷ അനുമിത്യുപമിതി ശാബ്ദഭേദാത്. നമുക്കുണ്ടാവുന്ന യഥാർത്ഥ ജ്ഞാനം 4 തരത്തിലാണ്. പ്രത്യക്ഷജ്ഞാനം, അനുമിതി എന്ന് പറയുന്ന ജ്ഞാനം, ഉപമിതി എന്ന് പറയുന്ന ജ്ഞാനം, ശാബ്ദം എന്ന് പറയുന്ന ജ്ഞാനം. ഇങ്ങനെ ഈ പേരിൽ അറിയപ്പെടുന്ന 4 തരം അനുഭവങ്ങളാണ് നമുക്കുള്ളത്. ഇപ്പോൾ ഈ പുസ്തകത്തിൽ ചെറിയൊരു ഡൈവേർഷൻ വന്നിരിക്കുകയാണ്. അതായത് ഗ്രന്ഥകാരൻ അന്നംഭട്ടൻ എന്ത് ചെയ്തു? ആദ്യം പദാർത്ഥങ്ങളെ നിർദ്ദേശിച്ചു. അതിനുശേഷം ആദ്യ പദാർത്ഥമായിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ വിഭാഗങ്ങൾ കാണിച്ചു. അതിനുശേഷം ഗുണങ്ങളുടെ വിഭാഗം കാണിച്ചു. അതിനുശേഷം ഓരോ ഗുണങ്ങളായിട്ട് നിരൂപണം ചെയ്യാൻ തുടങ്ങി. രൂപം, രസഃ, ഗന്ധഃ, സ്പർശഃ, സംഖ്യ, പരിമാണം, പൃഥക്ത്വം, സംയോഗഃ, വിഭാഗഃ, പരത്വം, അപരത്വം, ഗുരുത്വം, ദ്രവത്വം, സ്നേഹഃ, ശബ്ദഃ, ബുദ്ധിഃ എന്നുവരെ ബുദ്ധി പര്യന്തം നിരൂപണം ചെയ്തു. ഇനിയും ബുദ്ധി, സുഖം, ദുഃഖം, ഇച്ഛ, ദ്വേഷഃ ഇതൊക്കെ പറയാൻ പോകുന്നുണ്ട്. ഈ ബുദ്ധിയുടെ നിരൂപണം ചെയ്തപ്പോൾ ഇനി ചെറിയൊരു ഡൈവേർഷൻ എടുക്കുകയാണ് ഇവിടുന്ന്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജ്ഞാനം തന്നെയാണ് ബുദ്ധി എന്ന് പറഞ്ഞു. അത് 2 തരത്തിലുണ്ട്, സ്മൃതി എന്നും അനുഭവമെന്നും എന്ന് പറഞ്ഞു. അതിനുശേഷം ഈ അനുഭവം 2 തരത്തിലുണ്ട്, യഥാർത്ഥമെന്നും അയഥാർത്ഥമെന്നും എന്ന് പറഞ്ഞു. അതിനുശേഷം യഥാർത്ഥ അനുഭവം 4 തരത്തിലുണ്ട് എന്ന് പറഞ്ഞു. പ്രത്യക്ഷം, അനുമിതി, ഉപമിതി, ശാബ്ദശ്ച എന്ന്. ഈ 4 തരത്തിലുള്ള അനുഭവത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഈ 4 തരത്തിലുള്ള അനുഭവങ്ങളും പ്രമാണം കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഓരോ പ്രമാണങ്ങൾ അതിനുണ്ട്. ഈ പ്രമാണങ്ങൾ ഏതൊക്കെയാണെന്ന് പിന്നീട് പറയാൻ പോവുകയാണ്. ഇത് കഴിഞ്ഞാൽ പ്രമാണ ചർച്ചയാണ്. ഈ 4 പ്രമാണങ്ങളെക്കുറിച്ചും ആ 4 പ്രമാണങ്ങളിൽ നിന്നും വരുന്ന അനുഭവങ്ങളെക്കുറിച്ചും വിസ്തരിച്ച് ചർച്ച ചെയ്യാൻ പോവുകയാണ്. തത് കരണമപി ചതുർവിധം പ്രത്യക്ഷ, അനുമാന, ഉപമാന, ശബ്ദഭേദാത്. പ്രത്യക്ഷ പ്രമാണത്തിൽ നിന്നുണ്ടാകുന്ന അറിവാണ് പ്രത്യക്ഷജ്ഞാനം. അനുമാന പ്രമാണത്തിൽ നിന്നുണ്ടാകുന്ന അറിവാണ് അനുമിതി ജ്ഞാനം. ഉപമാന പ്രമാണത്തിൽ നിന്നുണ്ടാകുന്ന അറിവാണ് ഉപമിതി ജ്ഞാനം. ശബ്ദപ്രമാണത്തിൽ നിന്നുണ്ടാകുന്ന അറിവാണ് ശാബ്ദജ്ഞാനം. ശബ്ദ എന്ന് പറഞ്ഞാൽ പ്രമാണം, ശാബ്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവ്, അതിൽ നിന്നുണ്ടാകുന്ന അറിവ്. എന്നിങ്ങനെ 4 തരത്തിലുള്ള പ്രമാണങ്ങളുണ്ട് എന്ന് പറയുകയും പിന്നീട് വിസ്തരിച്ച് അതിനെക്കുറിച്ച് നിരൂപണം ചെയ്യാൻ ഭാവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് മുതൽക്ക് ഗ്രന്ഥകാരൻ ഒരു വഴിത്തിരയിലേക്ക് നീങ്ങുകയാണ്. ഇനി ഇതിൻ്റെ നിരൂപണം മുഴുവൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ബാക്കിയുള്ള ഗുണങ്ങളെക്കുറിച്ച് പറയും. അത് കഴിഞ്ഞാൽ കർമ്മം എന്ന പദാർത്ഥത്തെക്കുറിച്ച് പറയും. അത് കഴിഞ്ഞാൽ സാമാന്യത്തെക്കുറിച്ച് പറയും, വിശേഷത്തെക്കുറിച്ച് പറയും, അഭാവത്തെക്കുറിച്ച് പറയും. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രന്ഥം അവസാനിക്കും. ഇങ്ങനെയാണ് ഈ ഗ്രന്ഥത്തിൻ്റെ ഘടന. ഇത് ക്രമേണ പഠിക്കുന്ന സമയത്ത് ബോധ്യപ്പെടും. അതിൽ യഥാർത്ഥാനുഭവ ചതുർവിധ എന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? പ്രത്യക്ഷം, അനുമിതി, ഉപമിതി, ശാബ്ദ. എന്താണ് പ്രത്യക്ഷം? പ്രത്യക്ഷമായിട്ട് അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇന്ദ്രിയത്തെ കൊണ്ട്, പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് നമുക്കുണ്ടാകുന്ന അറിവിനാണ് പ്രത്യക്ഷജ്ഞാനം എന്ന് പറയുക. പഞ്ചേന്ദ്രിയങ്ങളല്ല, വാസ്തവത്തിൽ 6 ഇന്ദ്രിയങ്ങളാണുള്ളത്. 5 ഇന്ദ്രിയങ്ങളെന്ന് പുറത്തുള്ള ബാഹ്യവസ്തുക്കളെ കാണുന്ന ഇന്ദ്രിയങ്ങളെ മാത്രം വെച്ചിട്ടാണ് പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പൊതുവെ പറയുന്നത്. മനസ്സും ഇന്ദ്രിയമാണ്. മനസ്സിനെയും ഇന്ദ്രിയമാക്കി കണക്കാക്കിയിരിക്കുന്നു. അപ്പോൾ ചക്ഷുരിന്ദ്രിയം, ഘ്രാണേന്ദ്രിയം, രസനേന്ദ്രിയം, ത്വഗിന്ദ്രിയം, ഏതാ വിട്ടുപോയത്? ശ്രോത്രേന്ദ്രിയം. ഈ 5 ഇന്ദ്രിയങ്ങളെ കൊണ്ടുണ്ടാകുന്ന അറിവ്. അതിന് പുറമെ മനസ്സ് എന്നുള്ള അന്തരീന്ദ്രിയമുണ്ട്. ഈ മനസ്സിനെ കൊണ്ടുണ്ടാകുന്ന അറിവ്. മനസ്സ് എന്ന ഇന്ദ്രിയത്തെ കൊണ്ടാണ് സുഖം, ദുഃഖം മുതലായവയൊക്കെ അറിയുന്നത്. അതുകൊണ്ടാണല്ലോ സുഖാദ്യുപലബ്ധി സാധനം ഇന്ദ്രിയം മനഃ എന്നതിന് ലക്ഷണം പറഞ്ഞത്. അപ്പോൾ സുഖദുഃഖാനുഭവം നമുക്ക് പ്രത്യക്ഷാനുഭവമാണ്.
എനിക്ക് സുഖമുണ്ടായി എന്നുള്ളത് എൻ്റെ പ്രത്യക്ഷാനുഭവമാണ്, ദുഃഖമുണ്ടായി എന്നുള്ളത് പ്രത്യക്ഷാനുഭവമാണ്. അപ്പോൾ ഇതിനൊക്കെ കാരണമായിട്ടുള്ള ഇന്ദ്രിയം മനസ്സ്. അങ്ങനെ ഓരോ ഇന്ദ്രിയം, ശ്രോത്രേന്ദ്രിയത്തെ കൊണ്ട് ശബ്ദം കേൾക്കുന്നു, ഘ്രാണേന്ദ്രിയത്തെ കൊണ്ട് ഗന്ധത്തെ അറിയുന്നു, ചക്ഷുരിന്ദ്രിയത്തെ കൊണ്ട് രൂപത്തെ അറിയുന്നു, രൂപമുള്ള ദ്രവ്യത്തെ അറിയുന്നു. അതേപോലെ ത്വഗിന്ദ്രിയത്തെ കൊണ്ട് സ്പർശത്തെ അറിയുന്നു, സ്പർശം ഉള്ള ദ്രവ്യത്തെ അറിയുന്നു. ഇങ്ങനെ ഓരോ ഇന്ദ്രിയത്തെ കൊണ്ടും ഓരോ അറിവുകൾ ഉണ്ടാകുന്നുണ്ട്. ഈ ഇന്ദ്രിയങ്ങൾ മൂലം ഉണ്ടായിട്ടുള്ള അറിവിനാണ് പ്രത്യക്ഷ ജ്ഞാനം എന്ന് പറയുക. ആ അറിവിന് കാരണമായിരിക്കുന്ന ഇന്ദ്രിയത്തിനെയാണ് പ്രത്യക്ഷ പ്രമാണം എന്ന് പറയുക. അപ്പോൾ ഈ പ്രത്യക്ഷം എന്നുള്ള വാക്ക് കരണത്തിലും പ്രയോഗിക്കുന്നുണ്ട്, ഫലത്തിലും പ്രയോഗിക്കുന്നുണ്ട്. ഫലം എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന അറിവ്, പ്രമാണം കൊണ്ടുണ്ടാകുന്ന പ്രമ, പ്രത്യക്ഷ പ്രമ എന്നതിന് പറയും. അതിന് കരണമായിരിക്കുന്ന ഇന്ദ്രിയത്തിനെ പ്രത്യക്ഷ പ്രമാണം എന്ന് പറയും. അതുപോലെ കാണാൻ പറ്റാത്ത വസ്തുക്കളെ നമ്മൾ ഊഹിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഊഹിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന അറിവിനാണ് അനുമിതി എന്ന് പറയുന്നത്. ആ ഊഹിക്കുന്നതിന് കാരണമായിരിക്കുന്ന അതിനെയാണ് അനുമാനം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് പിന്നീട് പറയാം. അപ്പോൾ ഊഹം കൊണ്ടുണ്ടാകുന്ന അറിവാണ് അനുമിതി, അതിൻ്റെ കരണമാണ് അനുമാനം. അതുപോലെ സാദൃശ്യജ്ഞാനം കൊണ്ടുണ്ടാകുന്ന അറിവാണ് ഉപമിതി, അതിൻ്റെ കരണമാണ് ഉപമാനം. കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം, ടൂൾ എന്നർത്ഥം. അതിനെ ജനിപ്പിക്കുന്നത് എന്താണോ അതാണ് കരണം. അസാധാരണം കാരണം കരണം എന്ന് പിന്നീട് പറയാൻ പോകുന്നുണ്ട്. അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള അതിൻ്റെ കാരണത്തിനെയാണ് കരണം എന്ന് പറയുന്നത്. അതുപോലെ അവസാനത്തെ നാലാമത്തെ ജ്ഞാനം ശാബ്ദ. ശാബ്ദ എന്ന് പറയും, ശാബ്ദബോധം എന്നും പറയും. അതെന്താണ്? ഒരു വാക്യം കേട്ട് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന അറിവിനാണ് ശാബ്ദബോധ എന്ന് പറയുന്നത്. ഇതൊരു അറിവാണ്, ഇന്ദ്രിയം കൊണ്ടുണ്ടായതല്ല, ഊഹിച്ചതല്ല, സാദൃശ്യജ്ഞാനം കൊണ്ടുണ്ടായതല്ല, മറിച്ച് ഒരാൾ നമുക്ക് ഉപദേശിച്ച് തന്നതാണ്. അങ്ങനെയും നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇന്ന തരത്തിലാണെന്ന് ഒരാൾ ഉപദേശിക്കുന്നു. അപ്പോൾ ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വാക്യമാണ് അയാൾ പ്രയോഗിക്കുന്നത്. ആ വാക്യത്തിൽ നിന്ന് നമുക്കുണ്ടാകുന്ന അറിവാണ് ശാബ്ദ. ആ വാക്യത്തിനെയാണ് ശബ്ദ എന്ന് പറയുന്നത്. ആ വാക്യത്തിനെയാണ് ശബ്ദപ്രമാണം എന്ന് പറയുന്നത്. അതിൽ നിന്നുണ്ടാകുന്ന ബോധം, അറിവ്, ഈ അറിവിനാണ് ശാബ്ദ എന്ന് പറയുന്നത്, ശാബ്ദബോധ എന്ന് പറയുന്നത്. അറിവ് എന്ന അർത്ഥത്തിൽ പല പദങ്ങൾ ശാസ്ത്രത്തിൽ പ്രയോഗിക്കുന്നുണ്ട്. ബുദ്ധി, ബോധ, പ്രതീതി, ജ്ഞാനം, ഈ ശബ്ദങ്ങൾ പ്രസിദ്ധമാണ്. ഇതൊന്ന് ഓർമ്മിച്ച് വെക്കണം. അടുത്തതായിട്ട് തത് കരണമപി ചതുർവിധം എന്ന് പറയുകയാണ്. ഓരോ അറിവിനും കരണങ്ങളുണ്ട്. അപ്പോൾ അറിവ് 4 തരത്തിലാണെങ്കിൽ അതിൻ്റെ കരണങ്ങളും 4 തരത്തിലാവണമല്ലോ. തത് കരണമപി ചതുർവിധം പ്രത്യക്ഷ അനുമാന ഉപമാന ശബ്ദഭേദാത്. പ്രത്യക്ഷാനുഭവത്തിൻ്റെ കരണമാണ് ഇന്ദ്രിയം അഥവാ പ്രത്യക്ഷ പ്രമാണം. അനുമിതി എന്ന് പറയുന്ന അനുഭവത്തിൻ്റെ കരണമാണ് അനുമാനം. ഉപമിതി എന്ന് പറയുന്ന അറിവിൻ്റെ അനുഭവത്തിൻ്റെ കരണമാണ് ഉപമാനം. ശാബ്ദബോധ എന്ന് പറയുന്ന അറിവിൻ്റെ കരണമാണ് ശബ്ദപ്രമാണം. എന്നിങ്ങനെ കരണമപി ചതുർവിധം. എന്താണ് കരണം എന്ന് പറഞ്ഞാൽ? അസാധാരണം കരണം. അസാധാരണമായ കാരണം. ഒരു കാര്യത്തെക്കുറിച്ച് അനേകം കാരണങ്ങളുണ്ടാവും. അതിലേതാണോ അസാധാരണ കാരണം അതിനെയാണ് കരണം എന്ന് വിളിക്കേണ്ടത്. അപ്പോൾ എന്താണ് കാരണം എന്നൊരു ചോദ്യം വരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇതുവരെ പറഞ്ഞു കഴിഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ കാരണത്തിൻ്റെ ലക്ഷണം പറയുകയാണ് കാര്യനിയതപൂർവവൃത്തി കാരണം. ഒരു കാര്യം ഉണ്ടാകുന്നതിന് തൊട്ടു മുമ്പ് നിയമേന ഉണ്ടായിരിക്കുന്നത് എന്താണോ അതാണ് കാരണം. കാരണമില്ലാതെ കാര്യമുണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും കാര്യമുണ്ടാകുന്നതിന് തൊട്ടു മുമ്പ് കാരണമുണ്ട് എന്ന് പറയണം. കാര്യമുണ്ടാകുന്നതിന് മുമ്പ് പല വിഷയങ്ങളും അതിന് തൊട്ട് മുമ്പ് ഉണ്ടായിരിക്കാം. പക്ഷേ അതിൽ നിയമേന എപ്പോഴും എപ്പോൾ കാര്യമുണ്ടാകുന്നുവോ അപ്പോൾ അതിന് തൊട്ട് മുമ്പ് കാണപ്പെടുന്ന വസ്തു എന്താണോ അതാണ് അതിന് കാരണം എന്ന അർത്ഥത്തിലാണ് കാര്യനിയത പൂർവവൃത്തി കാരണം. കാര്യത്തിൻ്റെ തൊട്ട് മുമ്പ് നിയമേന ഇരിക്കുന്നത് എന്താണോ അതാണ് കാരണം എന്ന് കാരണത്തിൻ്റെ ലക്ഷണം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊരു സംശയം വരുന്നു. അതിന് ഉത്തരം പറയുകയാണ് കാര്യം പ്രാഗഭാവ പ്രതിയോഗി. പ്രാഗഭാവ പ്രതിയോഗി അതെന്താണ്? പ്രാഗഭാവം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മുമ്പ് തന്നെ പറഞ്ഞു.
ഒരു വസ്തു ഉണ്ടാവുന്നതിന് മുമ്പുള്ള അഭാവമാണ് പ്രാഗഭാവം. പ്രതിയോഗി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതൊരു ശാസ്ത്രീയ പദമാണ്. ഈ അഭാവത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ പ്രതിയോഗി എന്നുള്ള ശബ്ദം വരും. എന്തിൻ്റെയാണോ അഭാവം പറയുന്നത് അതാണ് അഭാവത്തിൻ്റെ പ്രതിയോഗി. ഭൂതലേ ഘടോ നാസ്തി എന്ന് പറയുമ്പോൾ ഘടത്തിൻ്റെ അഭാവത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആ അഭാവത്തിൻ്റെ എന്തിൻ്റെ അഭാവമാണത്? ഘടത്തിൻ്റെ അഭാവമാണ്. അപ്പോൾ ഘടമാണ് അതിൻ്റെ പ്രതിയോഗി. യസ്യ അഭാവഃ ഉച്യത്തെ സഹ പ്രതിയോഗി എന്നാണ് നിയമം. ഘടത്തിൻ്റെ അഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ ഘടമാണ് അഭാവത്തിൻ്റെ പ്രതിയോഗി. ഇവിടെ കാര്യം പ്രാഗഭാവ പ്രതിയോഗി എന്ന് പറഞ്ഞു. പ്രാഗഭാവത്തിൻ്റെ പ്രതിയോഗിയാണ് കാര്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്തിൻ്റെയാണോ പ്രാഗഭാവമുള്ളത് അതാണ് പ്രാഗഭാവത്തിൻ്റെ പ്രതിയോഗി. ഉണ്ടാവുന്നതിന് മുമ്പുള്ള അഭാവം എന്തിനാണ് ഉണ്ടാവുക? ഏത് വസ്തുവാണോ ഉണ്ടാവാൻ ഭാവിക്കുന്നത് ആ വസ്തുവിനാണല്ലോ ഉണ്ടാവുന്നതിന് മുമ്പുള്ള അഭാവം ഉണ്ടാവുക. പറയുന്നത് ശ്രദ്ധിക്കണം. ഒരു ഘടം ഉണ്ടാവാൻ ഭാവിക്കുന്നു. ഉണ്ടാവുന്നതിന് മുമ്പ് അതിൻ്റെ പ്രാഗഭാവമുണ്ട്. ഈ പ്രാഗഭാവം എന്തിൻ്റെ പ്രാഗഭാവമാണ്? ഘടത്തിൻ്റെ പ്രാഗഭാവമാണ്. അപ്പോൾ ആ പ്രാഗഭാവത്തിൻ്റെ പ്രതിയോഗി ആരാണ്? ആ ഘടമാണ്. അതുകൊണ്ടാണ് ആ ഘടത്തിനെ നമ്മൾ കാര്യം എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്? ആ ഘടം ഉണ്ടാവാൻ പോകുന്നു, അതുകൊണ്ടാണല്ലോ അതിൻ്റെ പ്രാഗഭാവത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായത്. പ്രാഗഭാവത്തിൻ്റെ അനുഭവം ഇഹ ഭവിഷ്യതി, ഇഹ ഘടോ ഭവിഷ്യതി എന്നാണ് പ്രാഗഭാവത്തെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തിൻ്റെയാണോ പ്രാഗഭാവം അനുഭവിക്കപ്പെടുന്നത് അതാണ് പ്രാഗഭാവത്തിൻ്റെ പ്രതിയോഗി. അങ്ങനെയുള്ള വസ്തുവിനെയാണ് കാര്യം എന്ന് പറയുക. അപ്പോൾ ഉണ്ടാവുന്ന വസ്തുക്കൾക്കൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് ഒരു അഭാവമുണ്ട്. ആ അഭാവം എന്തഭാവമാണ്? പ്രാഗഭാവമാണ്. എന്തിൻ്റെ അഭാവമാണ്? ഉണ്ടാവാൻ പോകുന്ന വസ്തുവിൻ്റെ അഭാവമാണ്. അപ്പോൾ ആ ഉണ്ടാവാൻ പോകുന്ന വസ്തു ഈ പ്രാഗഭാവത്തിൻ്റെ പ്രതിയോഗി എന്ന് പറയുന്നു. ഈ ഒരു ആശയത്തെ മുൻനിർത്തിയാണ് കാര്യം പ്രാഗഭാവ പ്രതിയോഗി എന്നിങ്ങനെ കാര്യത്തിൻ്റെ ലക്ഷണത്തെ പറഞ്ഞിരിക്കുന്നത്. ഇനി കാരണത്തെ മൂന്നായിട്ട് തരംതിരിക്കുകയാണ്. കാരണം ത്രിവിധം: സമവായി, അസമവായി, നിമിത്തഭേദാത്. ഞാൻ മുമ്പ് തന്നെ പറഞ്ഞു കാരണം 3 തരത്തിലെന്ന് പറയാൻ പോകുന്നുണ്ട് എന്ന്. ഏതൊക്കെയാണ് കാരണങ്ങൾ? സമവായി കാരണം, അസമവായി കാരണം, നിമിത്ത കാരണം. ഇതൊക്കെ പാരിഭാഷിക ശബ്ദങ്ങളാണ്. അതിൻ്റെ എന്തും അവയവാർത്ഥം ആരും ചിന്തിക്കേണ്ടതില്ല. പാരിഭാഷിക ശബ്ദങ്ങൾ എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ടേംസ് ആണ്. അപ്പോൾ ആ ശബ്ദം അതിന് മനസ്സിലാക്കുക, അത്രേ പറയാൻ പറ്റൂ അതിന്. അപ്പോൾ എന്ത് വസ്തു ഉണ്ടാവുന്നുവെങ്കിലും അതിനൊരു കാരണം വേണം. അത് ഒരു തരത്തിലുള്ള കാരണം പോരാ, പലതരത്തിലുള്ള കാരണങ്ങൾ വേണം. 3 തരത്തിലുള്ള കാരണങ്ങൾ വേണം എന്നാണ് പറയുന്നത്. സമവായി കാരണം, അസമവായി കാരണം, നിമിത്ത കാരണം എന്നിങ്ങനെ. ഇനി ക്രമേണ ലക്ഷണം പറയുകയാണ് ഓരോന്നിനായിട്ട്. എന്താണ് സമവായി കാരണം എന്ന് പറഞ്ഞാൽ പറയുകയാണ്, യത്സമവേദം കാര്യം ഉത്പദ്യത്തെ തത് സമവായി കാരണം. ഒരു കാര്യപദാർത്ഥം ഏതൊരു വസ്തുവിൽ സമവായ സംബന്ധേന ഉണ്ടാവുന്നുവോ അതാണ് അതിൻ്റെ സമവായി കാരണം. സമവായ സംബന്ധം എന്ന് പറഞ്ഞിട്ടൊരു സംബന്ധമുള്ളതായിട്ട് നമ്മൾ മനസ്സിലാക്കി. ഒരു കാരണത്തിൽ കാര്യം ഉണ്ടാവുന്നത് ഒരു പ്രത്യേകതരം കാരണം, ആ കാരണത്തിൽ കാര്യം സമവായ സംബന്ധേനയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഏതൊരു വസ്തുവിലാണോ സമവായ സംബന്ധേന കാര്യം ഉണ്ടാവുന്നത് ആ വസ്തുവാണ് അതിൻ്റെ സമവായി കാരണം. ഉദാഹരണത്തിലൂടെ വ്യക്തമാവും. യഥാ തന്തവഃ പടസ്യ. പടം എന്ന് പറഞ്ഞാൽ വസ്ത്രം. പടഃ തന്തുഭ്യഃ ജായത്തെ. നൂലുകളെ കൊണ്ടാണ് പടം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പടഃ എന്ന് പറയുന്ന കാര്യം തന്തുക്കളിൽ നിന്നുണ്ടാക്കുന്നതാണ്. ഈ തന്തുക്കളാണ് പടത്തിൻ്റെ സമവായി കാരണം. അതേപോലെ ഘടം ഉണ്ടാക്കുന്നത് 2 കപാലങ്ങൾ കൂട്ടിച്ചേർത്താണ്. ഇത് പഴയ സമ്പ്രദായം വെച്ച് പറയുകയാണ്. ഇപ്പോൾ വേറെ തരത്തിലാണെന്ന് വെച്ചാൽ വേറെ തരത്തിൽ പറയണം, അത്രയേ ഉള്ളൂ. പഴയ രീതിയിൽ ഘടം ഉണ്ടാക്കുന്നത് 2 കപാലങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ്. അപ്പോൾ ഈ 2 കപാലങ്ങൾക്കാണ് സമവായി കാരണം എന്ന് പേര് പറയുന്നത്. ഘടത്തിൻ്റെ സമവായി കാരണമാണ് കപാലദ്വയം എന്ന് പറയും. ഇത്തരം വ്യവഹാരങ്ങൾ ശാസ്ത്രത്തിൽ പ്രസിദ്ധമാണ്. ഇതിനെ വെച്ചുകൊണ്ട് വേണം പിന്നീടെല്ലാം പറയാൻ. ഇതൊരു ഉദാഹരണമായിട്ട് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ തന്തുഷു പടോ ജായത്തെ.
തന്തുക്കളിൽ നിന്ന് പടം ഉണ്ടാവുന്നു. ഈ പടഹ എന്ന് പറയുന്നത് ഒരു കാര്യദ്രവ്യമാണ്. ഈ കാര്യദ്രവ്യം തന്തുക്കളിൽ സമവായ സംബന്ധേനയാണ് ഉണ്ടാവുന്നത്. സമവായി കാരണത്തിനും കാര്യത്തിനും തമ്മിലുള്ള സംബന്ധം സമവായ സംബന്ധമാണ്. ഈ സമവായി കാരണം എന്ന് പറയുന്ന സാധനം അവയവങ്ങളാണ്. എപ്പോഴും ദ്രവ്യത്തിൻ്റെ സമവായി കാരണങ്ങൾ എപ്പോഴും ദ്രവ്യത്തിൻ്റെ അവയവങ്ങളെയാണ് ദ്രവ്യത്തിൻ്റെ സമവായി കാരണം എന്ന് വിളിക്കുന്നത്. എന്ത് ദ്രവ്യമായി കഴിഞ്ഞാലും അതിന് അനേകം അവയവങ്ങളുണ്ടാവും. അനേകം അവയവങ്ങൾ കൂടിച്ചേർന്നാണല്ലോ ഒരു ദ്രവ്യം ഉണ്ടാവുന്നത്. ഘടമാവട്ടെ പടമാവട്ടെ എന്തുമാവട്ടെ, ഉണ്ടാവുന്ന ദ്രവ്യങ്ങളെല്ലാം അനേകം അവയവങ്ങൾ കൂടിച്ചേർന്നാണ് ഉണ്ടാവുന്നത്. ഈ അവയവങ്ങൾക്കാണ് സമവായി കാരണം എന്ന് പറയുന്നത്. ഇതുപോലെ പടഹ എന്ന് പറയുന്ന ദ്രവ്യം ഇതൊരു അവയവിയാണ്. അവയവി, അവയവ, അവയവങ്ങൾ ഉള്ളത് അവയവി. വസ്ത്രം ഒരു അവയവിയാണ്. വസ്ത്രം എന്ന് പറയുന്ന ഈ അവയവിക്ക് അനേകം അവയവങ്ങളുണ്ട്. ഈ അവയവങ്ങൾക്കാണ് എന്ത് പേര് പറയുന്നത്? സമവായി കാരണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു വസ്ത്രത്തിന് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അവയവങ്ങളാണ് തന്തുക്കൾ, നൂലുകൾ. അപ്പോൾ ഈ നൂലുകൾ തന്നെയാണ് വസ്ത്രത്തിൻ്റെ സമവായി കാരണം. എന്താ അങ്ങനെ പറയാൻ കാരണം? നൂലുകളിൽ സമവായ സംബന്ധേനയാണ് ഈ വസ്ത്രം എന്ന് പറയുന്ന കാര്യദ്രവ്യം ഉണ്ടാവുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്. യത് സമവേദം കാര്യം ഉത്പദ്യത്തെ. യത് സമവേദം, യസ്മിൻ സമവേദം, യത് സമവേദം. യാതൊന്നിൽ സമവേദമായിക്കൊണ്ട്. സമവേദം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സമവായ സംബന്ധേന ഇരിക്കുന്നത് എന്നർത്ഥമാണ്. സംയുക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംയോഗ സംബന്ധേന ഇരിക്കുന്നത് എന്നർത്ഥമല്ലേ? അതുപോലെ സമവേദം എന്ന് പറഞ്ഞാൽ സമവായ സംബന്ധേന ഇരിക്കുന്നത് എന്നർത്ഥമാണ്. അവയവങ്ങളിൽ അവയവി സമവായ സംബന്ധേനയാണ് ഇരിക്കുന്നത്. ദ്രവ്യത്തിൽ ഗുണം സമവായ സംബന്ധേന ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അതേപോലെ ദ്രവ്യത്തിൽ ക്രിയ സമവായ സംബന്ധേന ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അതേപോലെ ദ്രവ്യത്തിലും ഗുണത്തിലും ക്രിയയിലും ജാതി അഥവാ സാമാന്യം എന്ന പദാർത്ഥം സമവായ സംബന്ധേന ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അതേപോലെ നിത്യദ്രവ്യങ്ങളിൽ വിശേഷ പദാർത്ഥം സമവായ സംബന്ധേന ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അതേപോലെ ഒന്നും കൂടി പറയാനുണ്ട്. അവയവങ്ങളിൽ അവയവി സമവായ സംബന്ധേന ഇരിക്കുന്നു. ഇങ്ങനെ 5 സന്ദർഭങ്ങളിലാണ് ഈ സമവായ സംബന്ധം എന്ന് പറയുന്ന സംബന്ധം വരുന്നത്. 5 സന്ദർഭങ്ങളിൽ. ദ്രവ്യത്തിൽ ഗുണം, ദ്രവ്യത്തിൽ ക്രിയ, ദ്രവ്യത്തിലും ഗുണത്തിലും ക്രിയയിലും സാമാന്യം, വിശേഷത്തിൽ നിത്യദ്രവ്യത്തിൽ വിശേഷം, പിന്നെ 5-മത്തെ അവയവങ്ങളിൽ അവയവി. ഇത് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കണം. ഇങ്ങനെ 5 സന്ദർഭങ്ങളിലാണ് സമവായ സംബന്ധം പറയുന്നത്. ദ്രവ്യത്തിൽ ഗുണം സമവായ സംബന്ധേനയാണ് ഇരിക്കുന്നത്. ദ്രവ്യത്തിൽ ക്രിയ സമവായ സംബന്ധേനയാണ് ഇരിക്കുന്നത്. ദ്രവ്യത്തിലും ഗുണത്തിലും ക്രിയയിലും സാമാന്യം അഥവാ ജാതി സമവായ സംബന്ധേനയാണ് ഇരിക്കുന്നത്. നിത്യദ്രവ്യത്തിൽ വിശേഷ പദാർത്ഥം സമവായ സംബന്ധേനയാണ് ഇരിക്കുന്നത്. അവയവങ്ങളിൽ അവയവി സമവായ സംബന്ധേനയാണ് ഇരിക്കുന്നത്. ഇവിടെ വസ്ത്രത്തിൻ്റെ അവയവങ്ങളാണ് നൂലുകൾ. നൂലുകളിൽ വസ്ത്രം സമവായ സംബന്ധേന ഇരിക്കുന്നു. പടശ്ച സ്വഗത രൂപാദേഹ്. പടഹ എന്ന് പറയുന്നത് ഒരു ദ്രവ്യം. അതിൽ രൂപം, രസം മുതലായിട്ടുള്ള ഗുണങ്ങൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പടത്തിൽ അതിൻ്റെ ഗുണങ്ങൾ ഇരിക്കുന്നത് സമവായ സംബന്ധേനയാണ്. അപ്പോൾ പടം എന്ന് പറയുന്ന ദ്രവ്യത്തിൽ രൂപം, രസം മുതലായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാവുന്നത് സമവായ സംബന്ധേന ഉണ്ടാവുന്നു. അതുകൊണ്ട് യത് സമവേദം കാര്യം ഉത്പദ്യത്തെ. പടസമവേദം കാര്യം, രൂപം, രസഹ മുതലായിട്ടുള്ള കാര്യങ്ങൾ ഉത്പദ്യത്തെ ഉണ്ടാവുന്നു. തത് സമവായി കാരണം. തത് എന്ന് പറഞ്ഞാൽ പടഹ. കിം പ്രതി സമവായി കാരണം? രൂപം, രസം ച പ്രതി സമവായി കാരണം. അപ്പോൾ 2 സന്ദർഭങ്ങളാണ് കാണിച്ചത്. ഒന്ന്, ഒരു ദ്രവ്യത്തിൽ മറ്റൊരു ദ്രവ്യം ഉണ്ടാകുന്നു. അതായത് അതിൻ്റെ അവയവങ്ങളാകുന്ന ദ്രവ്യങ്ങളിൽ അവയവിയാകുന്ന ഒരു ദ്രവ്യം ഉണ്ടാകുന്നു. അവിടെ അവയവങ്ങൾ സമവായി കാരണങ്ങളാണ്. പിന്നെ ഒരു അവയവിയിൽ അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടാകുന്നു. പടമാകുന്ന അവയവിയിൽ രൂപം, രസഹ, ഗന്ധഹ, സ്പർശഹ മുതലായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഈ ഗുണങ്ങളെക്കുറിച്ച് ഈ പടഹ എന്ന് പറയുന്ന ദ്രവ്യം, വസ്ത്രം എന്ന് പറയുന്ന ദ്രവ്യം, അവയവി എന്താണ്? സമവായി കാരണമാണ്. അപ്പോൾ പടം അവയവിക്ക് അവയവവും, അവയവിക്ക് അവയവങ്ങൾ സമവായി കാരണമാണ്. അവയവിയിൽ ഉണ്ടാകുന്ന ഗുണങ്ങൾക്ക് അവയവി സമവായി കാരണമാണ്. വീണ്ടും പറയാം.
ഒരു അവയവി ദ്രവ്യത്തിന് അതിൻ്റെ അവയവങ്ങൾ സമവായി കാരണങ്ങളാണ്. ഒരു അവയവി ദ്രവ്യത്തിൽ ഉണ്ടാവുന്ന ഗുണങ്ങൾക്ക് ആ അവയവി ദ്രവ്യം തന്നെ സമവായി കാരണമാണ്. ഇതാണ് ഇവിടെ പറഞ്ഞത്. ഇങ്ങനെ സമവായി കാരണത്തിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അസമവായി കാരണത്തിൻ്റെ ലക്ഷണം പറയാൻ ഭാവിക്കുകയാണ്.